എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് 2026 നമുക്ക് ഈ ഒരു മിനി ടേബിൾ വെക്കാൻ പറ്റിയ ഒരു മിനി കലണ്ടർ വേർഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കട്ടോ. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു വേർഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് A4 ഷീറ്റാണ് കേട്ടോ. കാരണം നമ്മൾക്ക് ഈ ഒരു വൈറ്റ് പേപ്പറിൽ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ A4 ഷീറ്റ് തന്നെയാണ് ഓഫ് കോഴ്സ് എടുക്കേണ്ടത്. പിന്നെ വന്നിട്ട് അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതിനെ എഗെയിൻ രണ്ടായിട്ട് കട്ട് ചെയ്യുക. അതായത് ഒരു A4 ഷീറ്റ് 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിമ്പിളല്ലേ? ഇത് ജസ്റ്റ് നമുക്ക് കൈ വെച്ച് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ 12 എണ്ണം എടുത്തിട്ടുണ്ട്. 12 എന്ന് വെച്ചാൽ നമുക്ക് 12 മാസമാണല്ലോ ഉള്ളത് ഒരു വർഷത്തിൽ. അപ്പോൾ അതേപോലെ 12 എണ്ണത്തിന് വേണ്ടി 12 പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി അതിലൊരു പേപ്പർ എടുത്തിട്ട് ഇതേപോലെ കർവ്ഡായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തു. ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ ഉദ്ദേശിച്ച് വന്നത് ചെടിച്ചട്ടിയാണ് കേട്ടോ. അങ്ങനെ 12 പേപ്പറും ഞാനിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇനി വേണ്ടത് ഓരോ മന്തിൻ്റെയും നമ്മൾക്ക് പേരും അതേപോലെ വീക്ക് ഡേയ്സും അതേപോലെ നമ്മുടെ ഡേറ്റ്സും നമുക്ക് എഴുതി കൊടുക്കണം. അതിന് നിങ്ങൾ എന്തായാലും ഒരു കലണ്ടറിൻ്റെ സഹായം തന്നെ എടുക്കണം കേട്ടോ. കാരണം നമുക്ക് തോന്നുന്ന പോലെ എഴുതി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞൊന്നും വേറൊന്നുമല്ല, ഇതേപോലെ നിങ്ങൾ ലെറ്റേഴ്സും നമ്പേഴ്സും എല്ലാം എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ ചുമ്മാ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ബ്ലാക്ക് ആൻഡ് ബ്ലൂ പെൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് എഴുതി കൊടുത്തത്. അങ്ങനെ നമുക്ക് 12 മാസം ഇതേപോലെ നന്നായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ, തെറ്റിപ്പോവരുത്. അപ്പോൾ അതേപോലെ ഞാൻ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ജനുവരി തൊട്ട് ഡിസംബർ വരെ എല്ലാ മാസവും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കാണാനായിട്ട് അത്യാവശ്യം ക്യൂട്ടായിട്ടുണ്ടേ. പിന്നെ എൻ്റെ കലാവിരുതൊക്കെ മാക്സിമം ഞാൻ എടുത്തിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 12 എണ്ണം, 2 എണ്ണം വീതം. ഒരു സെയിം ഫ്ലവർ 2 എണ്ണം വീതം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 12 എണ്ണം കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ഒരു 12 ഫ്ലവേഴ്സും വരച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ അതിന് ഞാൻ ഇതുപോലെ കളറും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളറൊക്കെ ചെയ്ത് വന്നാലാണ് നമുക്കൊരു എസ്തെറ്റിക് ലുക്കാക്കുക. ഈ 2025ഉം 2026ഉം ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഭയങ്കര എസ്തെറ്റിക്കിൻ്റെ പുറകെയാണല്ലോ. അപ്പോൾ പിന്നെ നമ്മളും ആ ഒരു പുറകെയൊക്കെ പോവണ്ടേ കുറച്ചെങ്കിലുമൊക്കെ. അങ്ങനെ പറഞ്ഞു വന്നത് വേറൊന്നല്ല കേട്ടോ. ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തു, പെൻസിൽ വെച്ച് വരച്ചു, കളർ ചെയ്ത് കൊടുത്തു. പിന്നെ ഔട്ട്ലൈനായിട്ട് ഇതേപോലെ ജെൽപ്പേന വെച്ചിട്ട് ആ ഔട്ട്ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളല്ലേ? ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കാരണം സിമ്പിളായിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഞാനിവിടെ വരച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയാണ് മക്കളെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കേണ്ടത്. കാരണം വേറൊന്നുമല്ല, ഈ ഫ്ലവറിൻ്റെ ജസ്റ്റ് ഒരു അരികം വിട്ടിട്ട്, അതായത് വൈറ്റ് കളറിലൊരു ബോർഡർ കാണുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ, അതേപോലെ എല്ലാ ഫ്ലവേഴ്സും അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. ഇത് കുറച്ച് ക്ഷമയോടെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വരച്ചതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവില്ലേ. അപ്പോൾ കുറച്ച് ക്ഷമയോടെ. എന്നാൽ ഇത് നല്ല രസമായിട്ട് നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബോർഡർ ഇങ്ങനെ നോക്കി നോക്കി വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് മൈൻഡിൽ ഭയങ്കര റിലാക്സേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട്, അത് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു കട്ടിയുള്ളൊരു കാർഡ്ബോർഡ് അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിൽ 2 സൈഡിൽ നിന്ന് ട്രയാങ്കിൾ വരുന്ന രീതിയിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ ഇത് മടക്കി നിവർക്കുമ്പോഴേക്കും ഏകദേശം ഒരു സ്റ്റാൻഡിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ കലണ്ടർ ആ ഒരു ചട്ടീനെ താങ്ങി നിർത്താൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതും സിമ്പിളാണ്. പിന്നെ എന്തായാലും അതിനൊരു മെനയൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിനും കൂടെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളിതാ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്ലവേഴ്സും ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വന്നിട്ട് ആ പെറ്റൽസൊക്കെ ഉള്ള ഒരു പിങ്ക് കളറിലെ ഫ്ലവറാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായ. ഇപ്പോൾ എടുക്കുന്ന ഈ ഒരു ഫ്ലവറല്ലേ, ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓരോ മന്തിൻ്റെ പേപ്പറിൻ്റെ ബാക്കിലും ബാക്ക് സൈഡിൽ നിന്ന് നമുക്കിതേപോലെ ഓരോ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതും സിമ്പിളാണ്. അതായത് ജനുവരിയിൽ നിന്ന് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ ഡിസംബർ വരുമ്പോൾ റൈറ്റ് സൈഡ് എത്തണം. അങ്ങനെ മാറ്റി മറിച്ചു. എന്നാലല്ലേ ഒരു ചട്ടിയിൽ ഫുള്ളിങ്ങനെ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. അതായത് ഫെബ്രുവരിയിലെ ഫ്ലവർ ഞാൻ ജനുവരിനേക്കാൾ കുറച്ചിങ്ങോട്ട് മാറ്റിയാണ് ഒട്ടിച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സിമ്പിൾ പരിപാടി. ജസ്റ്റ് ഒട്ടിക്കുക, മാറ്റി ഒട്ടിക്കുക, അങ്ങനെ. കണ്ടില്ലേ? ഇതിപ്പോൾ ഈ അറ്റത്തെത്തി.
കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഓരോന്നും നമ്മളിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഒരു ഫ്ലവർ വേസിലിരിക്കുന്ന കുറേ ഫ്ലവേഴ്സ്, അത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റാൻഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കലണ്ടർ ഫ്ലവർ വേസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്യൂട്ടായിട്ടുണ്ടല്ലേ? അപ്പോൾ എന്തായാലും എസ്തെറ്റിക്കാണ്. ഇനി നമ്മൾക്കും കുറച്ചങ്ങോട്ട് എസ്തെറ്റിക്കൊക്കെ പിടിക്കാനേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളട്ടോ.